ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രജനി. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്ത്രീകൾ പൊതുവെ സംസാരം കുറയ്ക്കുമ്പോൾ അത് അവർക്ക് വന്ന മെച്യൂരിറ്റി ആണോ, അവർ പക്വമായതാണോ എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതായത് നമ്മൾ ചിരിച്ച് കളിച്ച് പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് വളരെ സന്തോഷവതിയായിട്ട് നടന്നിരുന്ന ഒരു സ്ത്രീ പെട്ടെന്ന് അവളുടെ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലൂടെ, അതായത് ഭാര്യയായി, അമ്മയായി, മരുമകളായി, അങ്ങനെ പല റോളുകളിലൂടെ മാറിക്കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ വളരെ പക്വതയായിട്ട് പെരുമാറുന്നു. പണ്ടത്തെ പോലെ ഒന്നും അല്ല കേട്ടോ, ഇപ്പോൾ ഭയങ്കര പക്വതയാണ് എന്ന ആൾക്കാർ പറയാറുണ്ട്. സത്യത്തിൽ അത് സത്യമാണോ? അങ്ങനെ പക്വതയുള്ളതായതാണോ? അല്ല അവർ ജീവിതത്തിൽ ഉണ്ടായ ബുദ്ധിമുട്ടുകൾ എന്നല്ല, അവർ ഏൽക്കേണ്ടി വന്ന ഉത്തരവാദിത്തങ്ങളിൽ കൂടി കടന്നുപോയി അവർ ഒരു മരവിച്ച സ്റ്റേജിലായതാണോ എന്നുള്ളതിനെക്കുറിച്ചാണ് നമുക്കിന്ന് സംസാരിക്കാനുള്ളത്. സത്യത്തിൽ ഈ കളിച്ചും ചിരിച്ചും പാട്ടും പാടിയും എന്ന് നടക്കുമ്പോൾ ഒരു വീട്ടിലെ കുട്ടിയായിട്ടാണ് അവർ വളർന്ന് വരുന്നത്. അതിനുശേഷം അവരുടെ മേൽ വരുന്ന ഓരോ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുമ്പോൾ പല ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും അവർക്ക് പലരോടും പറയാനായിട്ട് കാണും. പക്ഷെ അത് കേൾക്കാൻ അല്ലെങ്കിൽ അവർ പറയുന്ന സെൻസിൽ അത് എടുക്കാൻ പലരും കാണത്തില്ല. ആരോടെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് പറഞ്ഞാൽ പറയും, അതൊക്കെ അങ്ങനെയാണ് മോളെ, കാരണം നമ്മൾ സ്ത്രീകൾ അതൊക്കെ ക്ഷമിക്കണം, അല്ലെങ്കിൽ നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോ, എല്ലാവരും പറയുന്നത് അങ്ങനെയാണ്, നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോ എന്നൊക്കെ പറയും. കുറച്ച് കഴിയുമ്പോൾ ഈ സ്ത്രീക്ക് മനസ്സിലാവും, ഇതൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല, കുറച്ചുകൂടെ ഉപദേശം കിട്ടും എന്നുള്ളതല്ലാതെ ഇതിലൊരു പ്രയോജനമില്ല എന്നുള്ളത് അവർക്ക് മനസ്സിലാകാൻ തുടങ്ങും. അപ്പോൾ അവർ ശരി, ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് വിചാരിക്കുകയും അവരവരുടെ എല്ലാം പറയാനുള്ളതെല്ലാം അങ്ങ് സപ്രസ് ചെയ്യുകയും ചെയ്യും, അവരുടെ മനസ്സിൽ ഒതുക്കുകയും ചെയ്യും. അപ്പോൾ അവരൊരു വികാരമില്ലാത്ത ആളുകളെ പോലെ അവർ പെരുമാറാൻ തുടങ്ങും. കാരണം ഒരു ഫ്രോസൺ സ്റ്റേറ്റിൽ അവരായിത്തീരും. ഒന്നും അവർക്ക് ആരോടും പറയാനുമില്ല, ഒന്നും തിരിച്ചെടുക്കാനും ഇല്ല എന്നുള്ള ഒരവസ്ഥയിൽ. ഒരു ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ, നമ്മളൊരു കിച്ചൺ ടവൽ എടുത്ത് നമ്മൾ വൃത്തിയാക്കാനായിട്ട് ആദ്യം എടുക്കുമ്പോൾ അത് നല്ല സോഫ്റ്റ് ആയിരിക്കും, ബ്രൈറ്റ് ആയിരിക്കും, അതുപോലെ കളർഫുൾ ആയിരിക്കും, ഇങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ നമ്മൾ തുടച്ച് വരുമ്പോഴത്തേക്ക് അതിൻ്റെ ബ്രൈറ്റ്നസ് കുറയും, അതിൻ്റെ കളർ കുറയും, ആ സോഫ്റ്റ് ആയിരുന്ന തുണി കുറച്ച് ഹാർഡാകും. കുറച്ചും കൂടെ കഴിയുമ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ഇതിന് പിന്നെ ഒന്നും തുടച്ച് വൃത്തിയാക്കാൻ വയ്യ, കാരണം ആവശ്യത്തിന് അഴുക്ക് അതിനകത്ത് കാണും, പിന്നീട് ഒന്നും തുടച്ച് വൃത്തിയാക്കാൻ വയ്യാന്ന്. പിന്നെ നമ്മൾ നല്ല രീതിയിൽ അത് കഴുകിയെടുക്കുമ്പോൾ മാത്രമാണ് പിന്നീട് അത് പഴയ പോലെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നത്. എന്ന് പറഞ്ഞതുപോലെ അത് വെറുങ്കലിച്ച് ദുർഗന്ധം പുറത്തേക്ക് വിടുന്ന ഒരു തുണിയായിട്ട് മാറും ആദ്യം എടുക്കുന്ന ആ പുതിയ തുണി. എന്ന് പറയുന്നത് പോലെയാണ് പല ഘട്ടങ്ങളിലൂടെ കടന്നു പോവുകയും നമ്മുടെ മനസ്സിലുള്ളത് ഒന്നും പുറത്തു വിടാതെയും, പുറത്തു വിട്ടാൽ ആൾക്കാർ അങ്ങനെ തന്നെയാണ് കേൾക്കുന്നത്, അതുകൊണ്ട് അവർക്കത് പറയാനും പറ്റത്തില്ല എന്നുള്ളത് കൊണ്ട് ഇതെല്ലാം സപ്രസ് ചെയ്ത് പലതരം അസുഖങ്ങൾ, ഫൈബ്രോയിഡ് യൂട്രസ്, കോൺസ്റ്റിപ്പേഷൻ, ഇങ്ങനെ പല അസുഖങ്ങൾ, ബാക്ക് പെയിന്, മുട്ടുവേദന, ഇങ്ങനെ പല അസുഖങ്ങൾ മാറുകയും അവർ അതിൽ കഷ്ടപ്പെടുകയും ചെയ്ത് അവരൊരു ഫ്രോസൺ സ്റ്റേറ്റിലാണ് ആകുന്നത്. ഒരു മരവിച്ച മനസ്സുമായിട്ട് ജീവിക്കും, ആരോടും ഒന്നും പറയാനുമില്ല, ആരുടെ ഒന്നും കേൾക്കാനുമില്ല എന്നുള്ളത്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ മാറ്റാം? കുറച്ചെങ്കിലും നമുക്ക് ഒരു സുഹൃത്തുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ സുഹൃത്ത് പറയുന്ന ഒന്ന് കേൾക്കാൻ. ഞാൻ ഇത് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഒരാൾ പറയുന്നത് അവർ പറയുന്ന സെൻസിലൊന്ന് കേൾക്കാൻ നിങ്ങൾ തയ്യാറാകുക. ഒരുപാട് ഉപദേശങ്ങൾ കൊടുക്കാതിരിക്കുക. ഇങ്ങനെയാണ് ഞാൻ ചെയ്തത്, ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ നന്നാകാനിരിക്കുന്നത്, ഇതൊന്നും പറയാതെ അവർ പറയുന്ന ഒന്ന് ജസ്റ്റ് കേൾക്കുക എന്ന് ആ രീതിയിൽ അവരുടെ മനസ്സിനെ ഒന്ന് കഴുകി വൃത്തിയാക്കാൻ നമ്മൾ സഹായിക്കുക. പിന്നെ വീട്ടിലുള്ളവരാണെങ്കിലും മനസ്സിലാക്കണം, അമ്മയ്ക്ക് അതൊന്നും ഇഷ്ടമല്ല, അമ്മയ്ക്ക് അതൊന്നും വേണ്ട, അമ്മയ്ക്ക് ആ സാധനം ഇഷ്ടമല്ല. ഈ ഇഷ്ടമില്ലായ്മകളെല്ലാം നിങ്ങൾക്ക് നൽകാൻ വേണ്ടിയിട്ട് അമ്മയ്ക്കത് വേണ്ട, അമ്മയ്ക്കത് ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്നതാണ്. അത് നിങ്ങൾ പോസിറ്റീവായിട്ട് എടുത്തിട്ട് അമ്മയും കൂടെ കഴിച്ചാലേ ഞങ്ങളും കഴിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അമ്മയ്ക്കത് വേണം. എപ്പോഴും അമ്മയ്ക്കും ഒരു പാർട്ട് ഉള്ളതാണ്, അല്ലാതെ അമ്മ വേണ്ടാന്ന് പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് അത് ഒഴിവാക്കാനും പാടില്ല. അപ്പം അമ്മയ്ക്ക് അതേ സ്ഥാനം കൊടുക്കുക. അമ്മയാണെങ്കിലും ഭാര്യയാണെങ്കിലും എല്ലാവരും നിങ്ങൾ അതേ സ്ഥാനം കൊടുക്കുകയും അവൾ പറയുന്നത് കേൾക്കാൻ ഒരു ചെവി നമുക്കുണ്ടായിരിക്കുകയും കൂടുതൽ ഉപദേശിക്കാതിരിക്കുകയും ചെയ്യുക. കാരണം പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീ ഫ്രീ ആകുകയും അവൾക്ക് തന്നെ സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കുകയും ചെയ്യും. പറഞ്ഞു തീരണം, എന്നാലേ സൊല്യൂഷൻ വരികയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അല്പം അവർക്ക് വേണ്ടി ചെവി കൊടുത്താൽ മാത്രം മാറുന്നതാണ് 50% ഈ തരം പ്രോബ്ലം. അല്ലെങ്കിൽ അവരൊരു മരവിച്ച മനസ്സുമായിട്ട് കുറേ അസുഖങ്ങളുമായിട്ട് ജീവിക്കുന്നത് മാത്രമേ ഉള്ളൂ. കാരണം അവരാരെയും ഉപദ്രവിക്കാൻ വരത്തില്ല, പക്ഷെ അങ്ങനെ ഒരാൾ ജീവിക്കുന്നത് നമുക്ക് പ്രത്യേകിച്ച് ഒരു പ്രയോജനവും ഇല്ല, അല്ലെങ്കിൽ നമുക്ക് അവരിൽ നിന്നൊരു സന്തോഷവും കിട്ടത്തില്ല എന്നുള്ളൊരവസ്ഥയാവും. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിലെ എല്ലാ സ്ത്രീകളും സന്തോഷമായിട്ടിരിക്കട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു. ബൈ.